പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഈ മൊബൈലിൽ നിങ്ങൾക്ക് പോസ്റ്ററുകൾ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറൊരാളുടെ പോസ്റ്റർ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട്, അതായത് ഒരു ഫോട്ടോഷോപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ ChatGPT വഴി നമുക്ക് എങ്ങനെ ഇതിനെ എഡിറ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ പോയിട്ട് ഏതെങ്കിലും നല്ല അടിപൊളി പോസ്റ്ററുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഡിസൈൻ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയതിന് ശേഷം ഫസ്റ്റ് ChatGPT സെർച്ച് ചെയ്യുക. ChatGPT സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻ വരുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ ഓപ്ഷൻ വരും. നിങ്ങൾ ഇവിടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുന്ന നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഒരു പോസ്റ്റർ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കൺവേർട്ട് ടു ഇറ്റ് JSON എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. ഓക്കെ, കൺവേർട്ട് ടു ഇറ്റ് JSON എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൺവേർട്ടേഷൻ ഇതിലുള്ള ഈ പോസ്റ്ററിലുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ കൺവേർട്ട് ആക്കിയിട്ട് അവർ ChatGPT ഇങ്ങനെ കറക്റ്റാക്കി തരും. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഈ പോസ്റ്ററിൻ്റെ യെല്ലോ കളർ ആണെന്നുള്ളത് ഇവിടെ യെല്ലോ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, യെല്ലോ, ബ്ലാക്ക്, വൈറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. പല മാറ്റത്തിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചേഞ്ച് ചെയ്യാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ ഈ പോസ്റ്ററിനെ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതേ സെയിം ഡിസൈനാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ആ ഡിസൈൻ മാത്രം ഞാൻ കറക്റ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ കോഡ് ഉണ്ടല്ലോ, ഈ കോഡ് ജസ്റ്റ് കോപ്പി ചെയ്യുക. നേരെ ഇവിടെ പോയിട്ട് പേസ്റ്റ് അടിക്കുക. പേസ്റ്റ് അടിക്കുമ്പോൾ ആ കോഡ് മൊത്തം ഇങ്ങോട്ട് വരും. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈ ആരോ മാർക്കുകളൊന്നും കൂടെ പോകാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഇത് കറക്റ്റ് ഇവിടെ മാത്രം എഡിറ്റ് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ബാക്കോട്ട് യെല്ലോ എന്നുള്ളത് ഞാൻ ഇവിടെ ഗ്രീൻ ആക്കാൻ പോവാണ്. ഓക്കെ, ബ്ലാക്ക് എന്നുള്ളത് അങ്ങോട്ടെ, വൈറ്റ് എന്നുള്ളത് ഞാൻ മാറ്റാണ്. ഓക്കെ, ഇവിടെ റെഡ് ആക്കാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ആക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് കോൺടാക്ട് യൂസ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഇമേജ് എടുത്താൽ അറിയാൻ പറ്റും. ഉണ്ട് കോൺടാക്ട് യൂസ് ഇവിടെ ഓരോ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ അവിടെ കൊടുക്കുകയാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലൊരു ചെറിയ ടിക്ക് ഉണ്ടല്ലോ, ആ ടിക്ക് ഒരിക്കലും പോകരുത്. പോയി കഴിഞ്ഞാൽ ഇത് ക്രിയേറ്റ് ആവില്ല. ഓക്കെ, ഇവിടെ ഞാൻ ഒരു നമ്പർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെബ്സൈറ്റ് എന്നുള്ളിടത്ത് ഞാനിവിടെ ഒഴിവാക്കിയിട്ട് വാട്സപ്പ് നോക്കാൻ പോവാണ്. വാട്സപ്പ് ആക്കിയിട്ട് ഇവിടെ നിങ്ങൾ ഈ ടിക്ക് ഒഴിവാക്കിയുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്യട്ടോ. ഈ ടിക്ക് അവിടെ നിർബന്ധമായിട്ട് വേണം. ഞാനിവിടെ വാട്സപ്പ് നമ്പർ ഒരു നമ്പർ കൊടുക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് വെബ്സൈറ്റ് ആഡ് ചെയ്യുക. വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് വേണമെന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഇവിടെ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. www. അങ്ങനെ എന്തെങ്കിലും .com കൊടുക്കുക. വീണ്ടും ഈ ആരോ മാർക്ക് തന്നെ സെലക്ട് ചെയ്യുക. ഈ രണ്ട് ഡോട്ട് എപ്പോഴും രണ്ട് സൈഡിൽ വരണം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. പിന്നെ എന്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇവിടെ അതുപോലെ താഴത്ത് കൊടുത്തിട്ട് എനിക്ക് ചേർക്കാം. പിന്നെ ഇവിടെ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളതെന്നുള്ളത് ഇവിടെ ഞാൻ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഓക്കെയാണ്. ഇവിടെ ചേഞ്ച് ചെയ്യണം. ഇവിടെ ഒന്നും വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് സോഫ്റ്റ്വെയർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആഡ് ചെയ്താണ്. ഇനി പേര് നമുക്ക് ഷോപ്പിൻ്റെ പേര് മാറ്റണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലോഗോ ടെസ്റ്റ് എന്നുള്ളത് സ്റ്റോറിൻ്റെ പേര് മാറ്റാൻ പറ്റും. ജസ്റ്റ് ബാക്ക് അടിക്കുക. ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ പേര് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതാക്കാം. പിന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. അത് നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് മാറ്റണം. ഇത്രയും കാര്യങ്ങളാണ്. ഇതിൻ്റെ ഡിസൈൻ മാത്രം മാറ്റാൻ പറ്റുള്ളൂ. ഇതിലുള്ള ഫോട്ടോസുകളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ എക്സ്ട്രാ നിങ്ങൾക്ക് എഡിറ്റിംഗ് പോയിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഞാനിവിടെ ജസ്റ്റ് സെൻഡ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ സെൻഡ് എന്ന് കൊടുക്കുമ്പോൾ വേറൊരു കോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഉണ്ടോ? അപ്പോൾ പുതിയൊരു കോഡ് ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ സെയിം ഒരു പോസ്റ്റർ നമുക്ക് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ അടിച്ചു കൊടുക്കുക. സെൻഡ് പോസ്റ്റർ എന്താണെങ്കിലും അടിച്ചു കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇമേജ് ക്രിയേറ്റ് ആയി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് അടിപൊളി പോസ്റ്ററുകൾ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് അതിൽ ചേർക്കാൻ പറ്റും. പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു ട്രിക്കാണ്. നിങ്ങൾക്ക് AI ഉപയോഗിച്ചിട്ട് ChatGPT വഴി നിങ്ങൾക്ക് ഇങ്ങനെ പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല പ്രൊഫഷണൽ പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഇമേജ് ഇവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട്. നമ്മൾ കൊടുത്ത അതേ രീതിയിൽ തന്നെ AI ഇവിടെ ക്രിയേറ്റ് ചെയ്തിരുന്ന് കാണാൻ പറ്റും. കുറച്ച് ടൈം എടുക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം.
ചാറ്റ് ജി പി ടി ലോഗിൻ ചെയ്യൽ നിർബന്ധമാണ്. ഏതെങ്കിലും ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ആവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും കറക്റ്റ് ലോഗിൻ ചെയ്യുക, ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലിപ്പോൾ ഒരു കൊല്ലത്തിന് ഇപ്പോൾ ഫ്രീ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു കൊല്ലത്തിന് സുഖമായിട്ട് നിങ്ങൾക്ക് അൺലിമിറ്റഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ ഇമേജ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. വാട്സപ്പ് നമ്പറിനൊക്കെ വാട്സപ്പിൻ്റെ ലോഗോ ഞാൻ കൊടുത്തിട്ടില്ല, ജസ്റ്റ് വാട്സപ്പിന് കൊടുത്തിട്ടുള്ളൂ. അവിടെ ലോഗോ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഡിസൈൻ ആക്കിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, സെയിം ഫോട്ടോസ് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയൊരു ഡിസൈൻ ചെയ്യുന്ന രീതി. ഓക്കെ, നമുക്ക് ചാറ്റ് ജി പി ടി വൈറ്റ് അങ്ങനെ നമുക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരെ ബൈ.